ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി നമ്മൾ സ്വിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അതുമാത്രമല്ല, നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, ചെറിയൊരു ഇന്നോഗ്രേഷൻ ഉണ്ട്, ഒരു ആക്സറീസിൻ്റെ ഷോപ്പിൻ്റെ ഒരു ഇന്നോഗ്രേഷൻ ഉണ്ട് നമ്മൾ തൃശ്ശൂർ നടത്തണം. സോ നമ്മളവിടെ പോകണം. അതിന് മുന്നേ സ്വിക്ക് ക്ലിയർ ആക്കണം. സ്വിക്ക് ഞാൻ വന്നിട്ട് കവറും കാര്യങ്ങളൊക്കെ സ്വിക്ക് ഇതൊക്കെ എടുക്കുന്നു. കവറും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ബാറ്ററി കണക്ട് ചെയ്തു, പക്ഷേ ബാറ്ററി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നില്ല. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റിയില്ല. പിന്നെ ഞാൻ തിരക്കിലായി പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പരിപാടി ഉണ്ട്. ഇന്ന് നമുക്ക് ഇനോഗ്രേഷന് പോകണമെന്നുണ്ടെങ്കിൽ സ്വിക്കിന്ന് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആകെ മുന്നിലുള്ളത് ആകെ 2 മണിക്കൂറാണ്. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. വഴിക്ക് ബിയേർഡ് സെറ്റ് ചെയ്യണം, വണ്ടി വാഷ് ചെയ്യണം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കി പറ്റിയില്ല. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നോക്കി നോക്കും. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ സ്വിക്ക് ഞാൻ കാണിച്ചു തരാം. സ്വിക്ക് ഫുള്ള് ഡ്രോപ്പായിട്ട് സുന്ദരക്കുട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ട്. കവറെല്ലാം ഞാൻ വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ, കണ്ടോ? ഈ ഒരു കോലത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ചില്ലറ ചളിയും കാര്യങ്ങളുള്ള പൊടിയും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചളിയുള്ള കാര്യം എനിക്ക് സമയം കിട്ടിയില്ല വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ കവറെല്ലാം ഞാൻ അയച്ച് ക്ലീൻ ആക്കിയിട്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. വണ്ടി ജമ്പർ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ നോക്കി നോക്കും, ട്രൈ ചെയ്ത് നോക്കും. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി മാറ്റും. നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ നമ്മൾ വണ്ടി വെച്ചിട്ട് ജമ്പർ വെച്ചിട്ട് വണ്ടർ മുകളിൽ ജമ്പർ കണക്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ വണ്ടി ഓപ്പോസിറ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വെച്ചിട്ട് നോക്കി നോക്കും ചാർജ് ആവുന്നുണ്ടോ. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കും കിട്ടുന്നുണ്ടോ. എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നോക്കി നോക്കാം. ഗായ്സ്, നമ്മൾ വണ്ടി വെച്ചിട്ട് നോക്കി ഒരു 10-15 മിനിറ്റോളം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് നോക്കി ഒരു രക്ഷയില്ല. അപ്പോൾ വണ്ടി നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വിക്കിൻ്റെ. നമ്മൾ സിയാസിൻ്റെ ബാറ്ററി ഇടാനുള്ള പ്ലാനാണ് കേട്ടോ. സിയാസ് അപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട്. സിയാസ് അപ്പുറത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി അയക്കണം. നമ്മുടെ ചെക്കുൻ്റെ പോളോട്ടോ. ഓക്കെ, അപ്പോൾ സിയാസ് ഇവിടെ എടുക്കുന്നുണ്ട്. സിയാസിന്ന് ബാറ്ററി അയച്ചിട്ട് അതിൽ വെച്ച് നോക്കണം. ബാറ്ററി അയച്ചിട്ടുണ്ട് സിയാസിൻ്റെ മുകളിൽ നിന്ന്. സിയാസിൻ്റെ ബാറ്ററി കുറച്ച് വലുതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ തൽക്കാലത്തിനാണ്. സോ ഇത് സിയാസിൻ്റെ ബാറ്ററി അയച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലാക്കാണ് നമ്മുടെ സ്വിക്കിൻ്റെ പഴയ ബാറ്ററി, ഇത് സിയാസിൻ്റെ ബാറ്ററി കേട്ടോ. പിന്നെ സിയാസിൻ്റെ ബാറ്ററി വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥ. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്ഷൻ എല്ലാം കൊടുത്ത് ഓക്കെ. നമ്മുടെ സബിൻ്റെ എയർ സസ്പെൻഷൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടില്ല. അത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ പഴയ ബാറ്ററി ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. ജമ്പറിൻ്റെ വയറാണ് ഈ കിടക്കുന്നത് കേട്ടോ. യെസ്, ഫൈനലി ഗായ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. മാഷാല്ലാ. ഈ സബിൻ്റെയും നമ്മുടെ എയറിൻ്റെയും കണക്ഷൻ ഉണ്ട്. സോ അത് രണ്ടും ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണ്ട 2 വയർ എടുക്കുന്നത്. 2 കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി കണക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഓഫാക്കിയിട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഗായ്സ്, ഫൈനലി എല്ലാ കണക്ഷൻസും കാര്യങ്ങളും കൊടുത്തു. സബിൻ്റെയും സസ്പെൻഷൻ്റെയും കണക്ഷൻ കൊടുത്ത് നോക്കി നോക്കുമ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ വീണ്ടും അയച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്തിട്ട് വീണ്ടും റീസെറ്റ് ചെയ്തു. ബാക്കിൽ പോയി ചെക്ക് ചെയ്തു. ഫ്യൂസിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂസ് നമ്മൾ ചേഞ്ച് ആക്കി. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടാനുള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിക്കഴിഞ്ഞാൽ അറിയാം ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. പിന്നെ എയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബിയർഡൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഫ്രഷ് ആയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ ലേറ്റ് ആക്കാൻ പാടില്ല. സോ അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് ഇറങ്ങാം. നമ്മളിത് ഓൺ ദി വേ ആണ് പോയോണ്ടുണ്ട്. പോണ വഴിക്ക് നമ്മൾ വാഷ് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്യുന്ന വീഡിയോ ഇടാഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാഷ് ചെയ്യാൻ വണ്ടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ ബിയേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. സോ അതുകൊണ്ട് നമ്മൾ ഇട്ടില്ല. ഓൾമോസ്റ്റ് അവിടെ എത്താനായി. എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്, ഞാൻ മാത്രമേ എത്താനുള്ളൂ. ഞാൻ ലേറ്റായി. സോ പെട്ടെന്നാണ് പോട്ടെ, ബാക്കി അവിടെ പോയിട്ട്. Feel you calling out my name. Somewhere in the galaxies, I feel you waiting. I'll run back for you, back for you, back for you. And
ഗായ്സ് നമ്മൾ ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫൈനൽ പരിപാടിയിലാണ്. ഇതാണ് ഷോപ്പ് കേട്ടോ. ഇവിടെ നമ്മുടെ ദാനിഷിൻ്റെ വണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഷോപ്പ് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്സറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. ഇതാണ് 3 ഓണേഴ്സ്. ഇതാണ് 3 ഓണേഴ്സ്. അപ്പോൾ എങ്ങനെയാടാ നമ്മുടെ പരിപാടികൾ ഉഷാറായില്ലേ? എന്തെല്ലാം വർക്കുകളുണ്ട് ഇവിടെ? ഫുൾ റാപ്പ് ഉണ്ട്, PPF ഉണ്ട്, ഓക്കെ ഡീറ്റെയിലിംഗ് തുടങ്ങുന്നുണ്ട്. ഓക്കെ പിന്നെ ആക്സറീസ്, ഓൾ ടൈപ്സ് ഓഫ് ആക്സറീസും ഉണ്ട്. അതെ, എല്ലാ കസ്റ്റം വർക്കുകളും ഉണ്ട്. ഇപ്പം എല്ലാ കസ്റ്റം വർക്കുകളും പിള്ളേർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PPF, പിന്നെ ഫുൾ റാപ്പ് കാര്യങ്ങൾ, കൂളിംഗ് ഫിലിം, എല്ലാ കസ്റ്റം വർക്ക്, ബോഡി ബീറ്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് വർക്ക് കാര്യങ്ങളല്ലേ, ഫുൾ ബോഡി പെയിൻറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർ എന്തെങ്കിലും വർക്ക് സംബന്ധമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാൻ താഴെ കൊടുക്കുക. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാതാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. നല്ലൊരു പ്രൈസിൽ ഇവർ ചെയ്തു തരും അല്ലേ? അപ്പോൾ നമ്മുടെ പരിപാടി, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ നമ്മുടെ ഗ്രൗണ്ടിൽ വണ്ടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മളിവിടെ നടക്കും. ഓക്കെ, ദാനിഷ് എത്തിയില്ലട്ടോ. ദാനിഷ് എത്താൻ വേണ്ടി ലേറ്റ് ആയി. ദാനിഷിൻ്റെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. വണ്ടികളെല്ലാം ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ ഫ്യൂൽ കിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു മാറ്റ്, കസ്റ്റം മാറ്റ് എല്ലാം ചെയ്യുന്നൊരു സ്റ്റാൾ. ഒരു വെറൈറ്റി ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ഇവരിപ്പോൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഗംഭീര പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓണേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെ, 2 പേര്. ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മൾ അല്ലേ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീര പരിപാടിയായിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അപ്പോൾ കാണാം. ഓക്കെ, അതെ. അപ്പോൾ ഗ്രൗണ്ടിൽ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങും. ഗായ്സ് പിള്ളേർ കളി തുടങ്ങിയിട്ടുണ്ട്. ഒരു 1.5 പൊട്ടാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പൊട്ടും പൊടിയും സീന് ഒരു രക്ഷയിലാണ്. പിള്ളേർ കളി തുടങ്ങിയിട്ടുണ്ടാവും. ഒരുപാട് വണ്ടികളുണ്ട്. ഒരു ഓട്ടോഷയ്ക്ക് പോയൊരു ഫീൽ ഉണ്ട് കേട്ടോ. എന്തായാലും മഷാല്ല അടിപൊളി വണ്ടികൾ. പോളോ, സിവിക്. ആക്ച്വലി ഈ വണ്ടി ഞാൻ പണിതോർത്ത് വണ്ടിയാണ് കേട്ടോ. പിന്നെ അതേ പോളോ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ വന്ന് കയറി. എല്ലാവരും എന്താ പറയുക, വന്ന് കയറി കാണാൻ കഴിഞ്ഞു. നല്ല പൊട്ടിച്ചേർന്ന് ഫുള്ള് ഇറങ്ങിയിട്ടാ. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ആൾക്കാരെല്ലാം വണ്ടി എടുത്തിട്ട് പോകാൻ തുടങ്ങി. എന്താണോ സൈലൻ്റായി ആൾക്കാരൊക്കെ ഇറങ്ങിന്നുണ്ടോ ഇവിടെ. അതുകൊണ്ടോ ഫുള്ള് വണ്ടികളെല്ലാം ഇവിടെ ലൈനപ്പായി ഇരുന്നിട്ട് പൊട്ടും പൊടിയും ഇരുന്ന് കണ്ട. ഇത് അവിടെ കണ്ട ആൾക്കാരെല്ലാം ഇറങ്ങിക്കണ്ട. ഏത് പൊട്ടെന്നറിയോ, ഫുള്ള് എന്താ പറയുക, അന്യായ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓരോ വണ്ടിയും ഒന്നിനൊന്ന് മെച്ചം. പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അനതൊരു പൊട്ടു, രക്ഷയില്ലാതെ പൊട്ടൂരാ. എന്തോ ആ കൊച്ചപ്പാട് മേളായിട്ട് ആരെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും സൗണ്ടൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അന്യായ പൊട്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിതേ ഇവിടെ നിന്ന് ഇറങ്ങായതേ. ഓരോ വണ്ടികളെല്ലാം ആയിട്ട് പോയോണ്ടുണ്ട്. നമ്മളും ഇറങ്ങായി. ലൈനപ്പായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഷോപ്പ്. അടിപൊളി. അതാ പൊട്ടിളൊക്കെ എടുത്തിട്ട് എൻ്റെ മോനെ എസ്റ്റീമാണൊക്കെ എടുത്ത് പൊട്ടുണ്ട്. സിവിക്കും അജാതി പൊട്ട്.
അടിപൊളി. അപ്പോൾ നമ്മളതേ പോണേൻ്റെ ആ ഒരു കലാശോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ ഇറങ്ങായി. അതിലെ കാഴ്ച നമ്മൾ ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ഓട്ടോഷോപ്പ് പോലെ ആയിരുന്നു നമ്മൾ, അതുകൊണ്ട് തന്നെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.